ഹേ എവ്രി വൺ, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് ഭയങ്കര ക്ലോസപ്പിലാണ് വന്നിരിക്കുന്നത് അല്ലേ. അതിനൊരു റീസൺ ഉണ്ട്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ ഈ പിമ്പിൾസിനൊരു ചെറിയൊരു റെമഡിയുമായിട്ടാണ്. വർക്ക് ആവോ ഇല്ലയോ എന്നുള്ളത് ഞാൻ നിങ്ങളുടെ കൂടെയാണ് കേട്ടോ പരീക്ഷിക്കുന്നത്. വീഡിയോ അപ്ഡേറ്റ്സ് ഒക്കെ ഞാൻ ഇതിലാണ് ആഡ് ചെയ്യുന്നത്. ഞാനും ഇത് വർക്ക് ആവോ എന്തോ എന്നുള്ളത് നോക്കുന്നത് ഇതിലാണ്. ഞാൻ കുറച്ച് റിസർച്ച് ഒക്കെ ചെയ്ത് യൂട്യൂബ് വീഡിയോസും അതുപോലെ തന്നെ കുറച്ച് ആർട്ടിക്കിൾസ് ഒക്കെ വായിച്ച് നോക്കിയപ്പം എനിക്ക് കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ആക്നെ പാച്ചസ് ആണിത്. ഇത് ആക്നെ പാച്ച് ആണ്, പിമ്പിൾ പാച്ച് ആയിട്ട് ഇതിൽ എഴുതിയിട്ടില്ല. ബട്ട് ബോത്ത് പിമ്പിൾസിനും ആക്നേസിനും വർക്ക് ചെയ്യായിരിക്കും. We can try anyhow. Priveda acne pimple patches ആണ് ഇതിൽ എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ ആക്ച്വലി tackle acne spots gently with advanced hydrocolloid dressing, essential oils and other acne treating ingredients. This user friendly, waterproof and extra adhesive patches stay longer on skin and extracts acne related impurities effectively. സോ നോക്കാം നമുക്ക് എത്രത്തോളം ചെയ്യുന്നുണ്ട്. റെഡ് സ്പോട്ടും സ്വെല്ലിങ്ങും ഇച്ചിങ്ങും ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഞാനും കോഷനായിട്ട് പറയാണ്, consult with a dermatologist if you have any symptoms of red spots, swelling, itchiness. Avoid use in wounded area. Okay, and അങ്ങനെ ബ്ലഡ് ഒക്കെ വന്ന് wounded ആയിട്ടുള്ള ഏരിയയിൽ യൂസ് ചെയ്യേണ്ട. കുറച്ച് ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ ഇതിലേക്ക് പോകേണ്ട. യു ഷുഡ് കൺസൾട്ട് എ ഡോക്ടർ. ഓക്കെ, അപ്പം ഇതാണ് സംഭവം. ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. എനിക്ക് ടച്ച് വുഡ് പിമ്പിൾസ് വരുന്നത് കുറവാണ് കേട്ടോ. പീരിയഡ്സിൻ്റെ സമയത്തേക്കൊക്കെയാണ് ഒന്ന് രണ്ടെണ്ണം അവിടെ ഇവിടേക്ക് ആയിട്ട് വരിക. അപ്പോൾ അത് ഒന്ന് രണ്ടെണ്ണം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എനിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നുണ്ട്. ഇത് കുറച്ചൊന്ന് താഴ്ന്നു കേട്ടോ ഇപ്പോഴത്തേക്ക്. ഇതിൻ്റെ കൂടെ ഞാൻ വേറൊരു മെഡിസിനും കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. എനിക്ക് ഇങ്ങനെ ആക്നസ് ഒക്കെ വന്ന് മുഖം അങ്ങ് ഭയങ്കര വൃത്തികേടായൊരു സമയം ഉണ്ടായിരുന്നു. ഒരു പഴയ ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം ഇവിടെ. ഒരു 2011 ആ ഒരു സമയം. അങ്ങനെ ഒരു 10 years ആയിട്ട് ഞാൻ ഫോളോ ചെയ്ത് വരുന്നൊരു മെഡിസിൻ ആണ് ക്ലിയർ ജെൽ എന്ന് പറയുന്നത്. അന്ന് ഞാനൊരു ഡോക്ടറിനെ കാണിച്ചു. ഒരു ഫേമസ് ഡോക്ടറാണ്, മിംസിൽ വരുന്ന ഡെർമറ്റോളജിസ്റ്റ് ആണ്. അദ്ദേഹത്തെ കാണിച്ചിട്ട് ആ മെഡിസിൻ ആണ് ഞാൻ ഇപ്പോഴും കണ്ടിന്യൂ യൂസ് ചെയ്തുകൊണ്ട് പോകുന്നത്. പവിത്രൻ ഡോക്ടർ എന്ന് നിങ്ങൾക്ക് അറിയാൻ, കോഴിക്കോടുള്ള ആളുകൾക്ക് അറിയായിരിക്കും. ഈസ് എ ഫേമസ് ഡെർമറ്റോളജിസ്റ്റ്. നല്ലൊരു ഡോക്ടറാണ് കേട്ടോ. ഡോക്ടറിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമുക്ക് എന്ത് അസുഖമാണെങ്കിലും ഡോക്ടർ ചിത്രമൊക്കെ വരച്ചിട്ടാണ് കാണിച്ചു തരാം. നമുക്കൊരു സമാധാനം കിട്ടും. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കുറച്ച് ഭയങ്കര ഡാർക്ക് സ്കിൻ ആയിരുന്നു ആ സമയത്ത്. ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചു, ഡോക്ടർ എനിക്കൊന്ന് ഇത്തിരി വെളുക്കണം, അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? ഈ ഒരു ഇഷ്യൂവിന് വേണ്ടി പോയതാ. എന്തെങ്കിലും മരുന്നുണ്ടോ വെളുക്കാനായിട്ട്? അന്നൊക്കെ എന്ന് പറഞ്ഞാൽ അത്ര ഒബ്സെഷൻ ഉണ്ടെങ്കിലും ആ ഒരു ഇങ്ങനെ ഓപ്പൺ ആയിട്ട് നമ്മൾ കളർ ചേഞ്ച് ചെയ്യാനൊന്നുമായിട്ട് അങ്ങനെയുള്ള മരുന്നൊന്നും കുടിക്കുന്ന ആളുകൾ എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഈ ഡോക്ടറെ അടുത്ത് പോയ സമയത്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ ഡോക്ടറെ അടുത്ത് ചോദിച്ചു, സാർ എനിക്കൊന്ന് വെളുക്കാനായിട്ട് എന്താ പറ്റുക? എൻ്റെ സ്കിന്നൊക്കെ കണ്ടില്ലേ, ഭയങ്കര കറുത്തിട്ടാണ്, എനിക്ക് കുറച്ചുകൂടെ വെളുക്കണം സാർ, എന്താ ചെയ്യാൻ പറ്റുകയെന്ന് ചോദിച്ചു ഞാൻ. അപ്പോൾ സാറിൻ്റെ അടുത്ത്, നീയാണോ വെളുത്തിട്ട് ഞാനാണോ വെളുത്തിട്ട്? നിന്റെ സ്കിൻ എൻ്റെ സ്കിന്നിനേക്കാളും കുറച്ചുകൂടെ നിറമുണ്ടല്ലോ. ഞാനൊരു ഡോക്ടറാണോ ഇപ്പോൾ? വെളുപ്പിലൊക്കെ എന്തിരിക്കണോ? സാർ അങ്ങനെയാ പറയണ്ടായത് കേട്ടോ. വെളുപ്പിലൊന്നും ഇരിക്കുന്നില്ല. ഇപ്പം നിനക്ക് ഭയങ്കര നിർബന്ധമാണെങ്കിൽ മരുന്നൊന്നും ഞാൻ എഴുതി തരുന്നില്ല. വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറച്ച് നിങ്ങൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ അങ്ങ് തേച്ച് വെളുക്കാൻ നോക്കടോ. കുറച്ച് മഞ്ഞളൊക്കെ അങ്ങ് എടുത്ത് തേക്കുക. പിന്നെ വെളുപ്പിലൊന്നും വലിയ കാര്യമൊന്നുമില്ല, അതിനൊന്നും മരുന്നൊന്നും കുടിക്കണ്ട കേട്ടോ വെറുതെ. വെളുപ്പിലൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷെ അതൊരു മോട്ടിവേഷൻ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. വെളുപ്പിൽ കാര്യമുണ്ട്, കുറേയൊക്കെ കാര്യമുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ എനിക്ക് ഒരു മെഡിസിൻ പറഞ്ഞു തന്നു. ക്ലിയർ ജെൽ എന്നാണ് കേട്ടോ. ആക്നേസ് വന്നങ്ങ് മുഖം വൃത്തികേടായിട്ടുണ്ടായിരുന്നു. ഞാൻ ഹോം റെമഡീസ് ട്രൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഈ ഒരു മെഡിസിൻ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ വരെ എൻ്റെ നിങ്ങൾ ഒരു മെഡിസിൻ ബാഗിൽ അല്ലെങ്കിൽ ചെറിയ സാധനങ്ങൾ നമ്മൾ സൂക്ഷിച്ചു വെക്കുമല്ലോ, അങ്ങനെ ഉണ്ടാകുന്ന ഒരു മെഡിസിനാണ് ക്ലിയർ ജെൽ. ഇപ്പോൾ 2 പ്രാവശ്യമായിട്ട് ഞാൻ ക്ലിയർ ജെൽ ഒന്ന് മാറ്റി വെച്ചിട്ട് ക്ലിൻമിസ്കിൻ എന്ന് പറഞ്ഞിട്ടുള്ള മെഡിസിൻ വാങ്ങിച്ചു. ഞാൻ വാങ്ങിക്കാൻ പോയപ്പോൾ ക്ലിയർ ജെൽ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം ക്ലിൻഡാമൈസിൻ ഫോസ്ഫേറ്റും ആണ് ഇതിലും അടങ്ങിയിട്ടുള്ളത്, അതിലും അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ പറഞ്ഞു ഇതാണ് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് ഇപ്പോൾ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത് ട്രൈ ചെയ്ത് നോക്കൂ. സെയിം കോമ്പണൻസ് ഒക്കെ തന്നെയാണ്. ക്ലിൻമിസ്കിൻ ആണ് ഇതിൻ്റെ പേര്. മറ്റത് ക്ലിയർ ജെൽ കേട്ടോ. ക്ലിയർ ജെൽ ആണ് എനിക്ക് യൂസ് ചെയ്തിട്ട് വണ്ടർ ചേഞ്ച് ഉണ്ടാക്കിയത്. കാരണം ഒരുപാട് ആക്നെ ഉള്ളപ്പോൾ അതാണ് ഞാൻ യൂസ് ചെയ്തത്. ഇതെനിക്ക് അറിയില്ല എത്രത്തോളം അങ്ങനെ ഉണ്ടെന്നുള്ളത്. പക്ഷെ ഇപ്പോഴും എനിക്ക് എന്തെങ്കിലും കുരുവൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ട്രൈ ചെയ്യുന്നൊരു ഓയിൻമെൻറ്റ് ഇതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വരാം. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് വന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു പാക്കേജിങ് ആണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ആ പാക്കേജിങ് പൊട്ടിച്ചതാണ് ഞാൻ ഓൾറെഡി. എന്നിട്ട് നമുക്കിനിയിപ്പോൾ ഇങ്ങനെ വന്നു. ഞാനിത് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. നിങ്ങളുടെ മുന്നിൽ നിന്നാണ് ഞാൻ ഉപയോഗിക്കുന്നതും ഞാൻ ഇതിൻ്റെ ഒരു എന്താകും എന്നുള്ളത് ട്രൈ ചെയ്തതും. ഞാനൊന്ന് വാഷ് ചെയ്തിട്ടാണ് കേട്ടോ വെക്കുന്നത്.
ദിസ് ഇസ് റിയലി ഗ്രേറ്റ്. അറിയുന്ന പോലും ഇല്ല അല്ലേ വെച്ചത്. ഞാൻ അതുപോലെ എനിക്കിവിടെ ഒരു ആക്നെ ഉണ്ട് ആണ് കേട്ടോ അതുണ്ടായിരുന്നത്. ഒരു ബ്ലാക്ക് കളറാണ്, ബ്ലാക്ക് ഹെഡ്സ് പോലെയാണുള്ളത്. ആക്നെ അല്ല, ശരിക്കും ഒരു ബ്ലാക്ക് ഹെഡ്സ്. ഇതൊരു ആക്നെ മാർക്കല്ല, ഒരു കുരു തന്നെയായിട്ടാണേ. നോക്കാം നമുക്ക്. എനിക്ക് തോന്നുന്നു ഇതിനെ പഴുത്തങ്ങനെ ഇതാവാറില്ല സാധാരണ കുരു. ഓരോരുത്തർക്കും ഓരോ ശരീരപ്രകൃതിയല്ലേ. എനിക്ക് വരുന്ന കുരുകൾ അങ്ങനെ എന്തോ ടച്ച് വുഡ് അങ്ങനെ വരാറില്ല. നിങ്ങൾക്ക് അത്രത്തോളം മാർക്സും കാണാൻ പറ്റുന്നില്ല. എപ്പോഴെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ അവിടെ ഇവിടെയൊക്കെ വരും എന്നല്ലാതെ വലിയതായിട്ട്. ഇവിടെ തന്നെ ഒരു കുരു വന്നിട്ടുണ്ടായിരുന്നു, ആ മാർക്കിന്റെ മേലെ തന്നെയാണ് പൊതുവെ ഇപ്പോൾ 2-3 വട്ടമായിട്ട് വരുന്നതും. അപ്പം നോക്കാം നമുക്ക് എത്രത്തോളം ഇത് വർക്കിംഗ് ആണ്, ഈ മാർക്കൊക്കെ പോവോ എന്താന്നൊക്കെ നോക്കാം. അപ്പോൾ ഒരു വീഡിയോ എടുക്കാം നാളെ, ഒന്നുകൂടെ ഇട്ടിട്ട് രാവിലത്തേതും എടുക്കാം. ഓക്കെ, നമുക്ക് നോക്കാം എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന്. ഹേ എവ്രി വൺ, ഇപ്പം ഞാൻ ഉറക്കെഴുന്നേറ്റ് വന്നതാണ്. എൻ്റെ മുഖത്തേക്ക് നോക്കണ്ട ആക്ച്വലി. എന്തായി നോക്കാം നമുക്കൊന്ന്. ഭയങ്കരമായിട്ട് ഒട്ടിക്കിടക്കാണേ. നല്ല വേദന ഉണ്ട് മക്കളെ. നമ്മൾ ആദ്യമായിട്ട് ഭയങ്കരമായിട്ട് വെച്ചിട്ടുള്ളത് ഇതിലാണ് ഞാനൊരു ഹോപ്പ് വെച്ചത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് എൻ്റെത് അങ്ങനത്തെ ടൈപ്പ് ഓഫ് പിമ്പിൾ അല്ല. ഇത് കണ്ടില്ലേ, ഇവിടെ 2 എണ്ണം ഉണ്ടായിരുന്നു, അത് അങ്ങനെ താന്നുപോയി. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു രീതിയിലേക്ക് വരുന്നില്ല. നല്ല വേദന ഉണ്ട് കേട്ടോ. എനിക്ക് ഫേസിൽ ഹെയർ ഉണ്ടായതുകൊണ്ടാണോ എന്നറിയില്ല. ഇതിൽ കുറച്ചൊക്കെ എന്തൊക്കെയൊക്കെയോ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു വൈറ്റ് ചെറിയൊരു ഓയിൽ, കുറച്ചുള്ളൊരു ഓയിൽ അബ്സോർബ് ചെയ്യുന്നുണ്ട്. എത്രത്തോളം കണ്ടില്ലേ, ഒരു വൈറ്റ് ഡോട്ട്. ഒരു മാറ്റം എനിക്ക് തോന്നുന്നുണ്ട് നന്നായിട്ട്. ബാക്കിയുള്ളൊരു പീസ് എടുത്ത് ഒട്ടിച്ച് വെച്ചതാണ് കേട്ടോ 2 എണ്ണം. ഇതിലും എനിക്ക് കുറച്ച് എക്സസ് ഓയിൽ കണ്ടില്ലേ നിങ്ങളൊരു വൈറ്റ് ഡോട്ട്. എത്രത്തോളം ഇതിൽ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ട്. യെസ്, ദിസ് ഇസ് ടോട്ടലി ഓൾറൈറ്റ്. കണ്ടില്ലേ ഒരു വൈറ്റ് കളറ്. ബാക്കിയുള്ളതിലൊന്നും അത്ര അധികം വന്നിട്ടില്ല. ഇത് കുരു കണ്ടില്ലേ, ഈ ഒരു കുരു അത് അടിപൊളിയാണ് കേട്ടോ. ഓയിൽ അബ്സോർപ്ഷൻ ഇല്ലാതെയൊന്നും ഇല്ല, പക്ഷെ അത്ര അധികം എഫക്റ്റീവ് അല്ല. ആക്നെയൊക്കെയുള്ള ടൈപ്പ് ഓഫ് കുരുവിനാണ്. ഇത് താഴ്ന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം, ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാം. ഇന്ന് രാത്രിയും കൂടെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാം. ആക്ച്വലി കിടന്നതായിരുന്നു, ഞാൻ മറന്നുപോയി ഇതിനെ പറ്റിയിട്ട്. ഇതൊന്നും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. എനിക്ക് ഇതിലൊരു ചെറിയ ഹോപ്പുണ്ട്. ഇത് കണ്ടില്ലേ നിങ്ങൾ, ഒറ്റ യൂസിൽ തന്നെ താഴ്ന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ മുഖം വാഷ് ചെയ്തിട്ടില്ല, ഞാൻ നോക്കാം. അതുപോലെ തന്നെ ആ ഒരു ബ്ലാക്ക് ഹെഡ്സിൻ്റെ അവിടെയും കൂടെ ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് എനിക്ക് കുഞ്ഞു കുരു ആയതുകൊണ്ട് പാച്ചസിൻ്റെ ആവശ്യമില്ല അത്ര. അപ്പോൾ ഈ ഡോട്ട്സ് അല്ലേ വരുന്നത്, സോ ഞാൻ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യണത്. വെറുതെ വേസ്റ്റ് ചെയ്യണ്ടല്ലോ. പിശുക്കിയാണ് കുറച്ച്. ഞാൻ ഇവിടേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്, കണ്ടല്ലേ. നമുക്ക് നോക്കാം നാളെ രാവിലെ എന്താവും എന്നുള്ളത്. നല്ല രാവിലെ ഇവിടെ തണുപ്പ് സ്റ്റാർട്ടായി കേട്ടോ. എനിക്ക് ഓൾറെഡി പനിയുടെ ചെറിയൊരു ലക്ഷണം ഉണ്ട്, അതിൻ്റെ കൂടെ ഭയങ്കര തണുപ്പ്. എനിക്ക് ഏറ്റവും കൂടുതൽ തണുപ്പാണ് സഹിക്കാൻ പറ്റാത്തത്. അപ്പോൾ ഓക്കെ, നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. ഇത് എന്തായി നോക്കാം നമുക്ക്. ഇത് ആക്ച്വലി വർക്കിംഗ് ആണ് കേട്ടോ. ഓ മൈ ഗാഡ്, വാവ്, this is amazing. Within 2 times എല്ലാം പോയി. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ ഈ സംഭവത്തിൽ. ഇതിങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് എത്ര മാസങ്ങളായി ഉണ്ടാവും. നിങ്ങൾക്ക് മുന്നത്തെ വീഡിയോയിലൊക്കെ നോക്കിയാൽ കാണാം. ഓ സോ ഗ്രേറ്റ്, അടിപൊളി, കൊള്ളാം. യെസ്, പൊതുവേ ഈ ബ്ലാക്ക് ഹെഡ്സ് അല്ലെങ്കിൽ വൈറ്റ് ഹെഡ്സ് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഹോള് പോലെ ഉണ്ടാകുന്നതാണ് കേട്ടോ. പക്ഷെ ഇപ്പോൾ അതിനൊരു മാറ്റമുണ്ടേ. എനിക്ക് ഇതിൻ്റെ മുകളിലൊന്ന് ട്രൈ ചെയ്യണം. ഇതൊരു ഗർത്തമായിട്ടുണ്ട്, ഗർത്തം ആണല്ലേ. ഇതൊരു ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടായിട്ട് ഞാനിങ്ങനെ ലൈക്ക്, നമുക്ക് പൊതുവേ ഇങ്ങനെ മുഖത്ത് നിന്ന് കാണുമ്പോൾ പീച്ച് കളയാനുള്ള ടെൻഡൻസി ആണല്ലോ. യെസ്, വർക്കിംഗ് ടോട്ടലി ഗൈസ്, അമേസിങ്.
അടിപൊളിയാ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇത് എനിക്ക് ആക്ച്വലി പഴുപ്പൊന്നും ഇല്ലാത്ത കുരുവാണ്, പക്ഷെ എനിക്ക് തോന്നുന്നു വൈറ്റ് ഹെഡ്സോ അങ്ങനെ എന്തോ ആയിരുന്നു അത് എന്നുള്ളത്. അതിനുള്ളത് ആ പസ്സൊക്കെ അങ്ങ് പോയിട്ട് നീറ്റായിട്ടുണ്ട്. അപ്പോൾ ഒന്നുമില്ല, അവിടെ ക്ലീൻ ആയി. രണ്ടാമത്തെ ദിവസം ഞാൻ പാച്ചസ് റിമൂവ് ചെയ്യുന്ന വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. അവിടെ കറക്റ്റായിട്ട് ഇതിൻ്റെ ഒരു ബംപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് വർക്കിംഗ്, ടോട്ടലി വർക്കിംഗ്. അപ്പോൾ പ്രിവേദ ആക്നെ പാച്ചസ് ആണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ലൈക്ക് യു ക്യാൻ ഗോ അഹെഡ് വിത്ത് എനിത്തിങ്. ഇങ്ങനെ മുഖത്ത് നമ്മൾ അത് വൾഗറായി ഒരു വലിയ പാടാവുന്നതിനേക്കാളും ലൈക്ക് ഐ ഓൾവേസ് പ്രിഫർ ദിസ്. അപ്പോൾ എൻ്റെ ഒരു കുരു വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിനെ ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ഒരു കുരു ഇത് അങ്ങനെ ഒരു ബമ്പായിട്ട് മാത്രം ഉണ്ടായിരുന്നതാണ്. അങ്ങനെ വേദനയോ അല്ലെങ്കിൽ ഒരു ഇച്ചിങ്ങോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാനൊന്ന് വെറുതെ ഇങ്ങനെ അതിങ്ങനെ പൊങ്ങി കിടക്കുമ്പോൾ നമുക്കൊരു ഡിസ്റ്റർബൻസ് അല്ലേ ഫേസിൽ. ഞാൻ അങ്ങനെ ഇടയ്ക്കൊന്ന് മാന്തി കൊടുക്കും, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അത് കുറേ ആയിട്ട് ഇപ്പോൾ ഒരു 2-3 മാസമായിട്ട് അത് അവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പം അതിൽ എനിക്ക് നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ട്. അതുപോലെ എനിക്കങ്ങനെ പസ് നിറഞ്ഞിട്ടുള്ള കുരുകളല്ല, അതുകൊണ്ട് തന്നെ ഇങ്ങനെ വന്ന് അങ്ങ് ഉണങ്ങിപ്പോകുന്നത് പോലെയുള്ള കുരുകളാണ്. അതിൽ അത്ര അധികം എനിക്ക് അങ്ങോട്ട് വർക്ക് ആയിട്ടില്ല. പക്ഷെ നല്ല പസ് നിറഞ്ഞിട്ടുള്ള കുരുവിൽ ഒബ്വിയസ്ലി ഇത് വർക്ക് ആവുന്നുള്ളത് 100% ഉറപ്പാണ്. ഇങ്ങനെയുള്ള ഒന്നും അല്ലാത്തൊരു കുരുവിൽ ഇറ്റ് വർക്ക്ഡ്. ആൻഡ് ഒറ്റ യൂസിൽ നിങ്ങൾ മിറാക്കിൾ പ്രതീക്ഷിക്കേണ്ട, 1-2 യൂസ് കഴിയുമ്പോഴേക്കും നമുക്ക് മാറ്റാൻ കാണാം കേട്ടോ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നുള്ള. എൻ്റെ കോലം കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കണം ഞാൻ ഇപ്പോൾ എഴുന്നേറ്റിട്ടുള്ളൂ. എഴുന്നേറ്റ് മുഖം കഴുകുക വീഡിയോ എടുക്കണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരിക്കും ബൈ.